ഞാൻ ഇപ്പൊ ഓർക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ഒരു നിയർലി ഒരു 50 ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഒരു 30 സെക്കൻഡ്സ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് ഞാൻ സമയം തരാം. നിങ്ങൾ അത് ചെയ്തു നോക്കുക. 30 സെക്കൻഡ്സിനകം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, മൊത്തത്തിൽ ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ജനറലി വായിക്കുന്നേ ഉള്ളൂ, എന്നിട്ട് ഇമ്പോർട്ടന്റ് ഭാഗം മാത്രം ബോർഡിലേക്ക് എഴുതാം. അപ്പൊ നിങ്ങൾക്കാണേലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻ ഷോർട്ട് ആക്കിയിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3π/5 റേഡിയൻ ഈസ് ഈക്വൽ ടു 3π/5 റേഡിയൻ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആണ്? ഓപ്ഷൻസ് വേണമെങ്കിൽ ഞാൻ പറയാം. 108, 54, 100, 81. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് മാർക്ക് ചെയ്യുക. ക്ലാസ്സിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും മാർക്ക് ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sec square theta minus 1 divided by tan square theta is equal to എത്ര? ഓപ്ഷൻസ് വരാം 1, 2, 3, 4. 4 ഓപ്ഷൻസിന്റെ വാല്യൂസ് ആണ്. ആൻസർ 1 ആണ്. ഇത് പ്രത്യേകിച്ച് അറിയേണ്ടതൊന്നുമില്ല. നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. എല്ലാവരും ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, അതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. മൊത്തം ഇക്വേഷൻ എന്ത്? കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ ആണെന്ന് പറഞ്ഞു. സോ അതിലെ സീക് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. അപ്പം ഈ സീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പം ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതുകൊണ്ട് ആൻസർ 1 ആയിരിക്കും. ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/4, ഫൈൻഡ് കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. ഓപ്ഷൻ √7/4, 7/4, 3/√7. Second option √7/3, 3/4. ഓക്കെ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 4/√7, √7/3 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 3/√7, 4/3 ആണ്. ഓപ്ഷൻ നോക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ എഴുതിയായിരുന്നു. കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് അല്ലെ. അപ്പം ഇവിടെ സൈൻ തീറ്റ 3/4 ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 9/16 ആണ് അല്ലെ, ഇതിന്റെ സ്ക്വയർ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 9/16 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താവും? 16 മൈനസ് 9, 7/16 ആണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ആണ് 7/16. സോ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് ആയിരിക്കും. √7 ഡിവൈഡഡ് ബൈ 16ന്റെ റൂട്ട് എത്രയാണ്? 4. സോ √7/4 ആണ് കോസ് തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 3/4. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. രണ്ട് കേസിലും സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 3/√7 ആണ്. ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോട്ട് തീറ്റ
is equal to 7/8. Cot theta is equal to 7/8. Find the value of 1 plus sin theta divided into 1 minus sin theta all divided by 1 plus cos theta into 1 minus cos theta. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഇക്വേഷൻ. അപ്പം ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറയാം. 64/49, 81/64, 49/64, 49/81. 4 ഓപ്ഷൻസ്. എ പ്ലസ് ബി ഇൻറ്റു എന്താണ് എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് എന്താണ് ഇക്വേഷൻ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? സോ ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ വെച്ച് 1 plus sin theta into 1 minus sin theta എന്താണ്? അപ്പം 1 minus sin square theta എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത് അല്ലെ? 1 plus a plus b into a minus b ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 minus sin square theta ഡിവൈഡഡ് ബൈ താഴെ 1 plus cos theta into 1 minus cos theta ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ത് വരും? 1 minus cos square theta എന്ന് വരും അല്ലെ? 1 minus cos square theta. അപ്പൊ നമുക്കറിയാം എന്ത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? അല്ല, സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. അതായത് എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റയുടെ വാല്യൂ. കോട്ട് തീറ്റയുടെ വാല്യൂ 7/8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 49/64. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അത് ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഓർത്താൽ മാത്രം മതി. അതായത് ഇവിടെ ഓർത്തിരിക്കുന്നത് ഈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പല സ്ഥലങ്ങളിലും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 tan square 45 plus cos square 30 minus sin square 60. ഇത് ഒട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് 1, 2, 3, 4. കഴിഞ്ഞോ? കിട്ടിയോ? ആൻസർ 2 ആണ്. ഓക്കെ, ഇത് നിങ്ങളെല്ലാം ഇപ്പൊ ഡയറക്റ്റ് എന്തായാലും ചെയ്തെന്ന് കേൾക്കില്ല. വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 45-നും 30-നും 60-നൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും ചെയ്തത് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അല്ലേല് അങ്ങനെ അല്ല ചെയ്തേലും ഓക്കെ ഫൈൻ. അല്ലേല് നമ്മളിപ്പോ എല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 45-ന്റെ വാല്യൂ ഇടുന്നു, 30 കോസ് 30-ന്റെ വാല്യൂ ഇടുന്നു, സൈൻ 60-ന്റെ വാല്യൂ ഇടുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? സൈൻ 60 ആണ് എന്ത്? കോസ് 30. ഓർമ്മയുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് തിരിച്ചിട്ടപ്പം. അതും അല്ലേലും ഞാൻ ഒരു കാര്യം ഇനി പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? π/2 മൈനസ് തീറ്റ എന്ന് പറയുവാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യമാണ് കയറി വരുന്നത്. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പൊ ഇൻ കേസ് സൈൻ 30 ഡിഗ്രി എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അല്ല പോട്ടെ, നമുക്ക് കോസ് 30 ഡിഗ്രി എന്ന് എഴുതാം. അതാകുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധമുണ്ടല്ലോ. കോസ് 30 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ. കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് π/2 മൈനസ് 60 അല്ലേ? അതായത് 90 മൈനസ് 60 ഡിഗ്രി അല്ലേ? അല്ലെ? അപ്പൊ കോസ് ഈ 90 മൈനസ് 60 ഡിഗ്രി എന്ന് വരുമ്പം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് 30 ഇത് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ഈ ആംഗിൾ വാല്യൂ വരുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? സൈൻ 60യോട് ഈക്വൽ അല്ലേ? അല്ലെ? അപ്പൊ കോസ് 30 സൈൻ 60 ഈക്വൽ ആണെങ്കിലും രണ്ടും കൂടെ മൈനസ് ആകുമ്പോൾ ഇത് കട്ടായി പോയില്ലേ? ടാൻ 45 എത്രയാണ്? 1 ആണ്. അപ്പൊ 2 × 1 ആൻസർ എത്രയാണ്? 2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഇത്രയും മാത്രം എഴുതാൻ നിങ്ങൾക്ക് എത്ര നേരം എടുക്കും? ഒരു 5 സെക്കൻഡ്, 10 സെക്കൻഡ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും വളരെ യൂസ്ഫുൾ ഉണ്ടായിരിക്കും. ഇപ്പം കോസ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 50 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കോസ് 40 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് ഓഫ് 90 മൈനസ് 50 ആയിരിക്കും. അല്ല, അതാണല്ലോ 40 ഡിഗ്രി എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? കോംപ്ലിമെന്ററി. കോസിന്റെ കോംപ്ലിമെന്ററി ഏതാണ്? സൈൻ. സൈൻ ഓഫ് 50 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് ഏതിന്റെ കേസിലാണേലും 90 മൈനസ് കോസിന്റെ അല്ലെ സൈനിന്റെ ഏത് ആംഗിൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സൈൻ 10 എന്ന് പറയുന്നത് 10 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 80 ഡിഗ്രിയോട് തുല്യമായിരിക്കും. കോസ് അല്ലെ സൈൻ 20 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 70 ഡിഗ്രിയോട്, അതായത് ഈ 90ന്ന് ഈ ആംഗിൾ എത്രയാണോ കുറയ്ക്കുന്നത് അത് ഇവിടെ ഉള്ളതിനോട് ഈക്വൽ ആയിരിക്കും. അതായത് 90 മൈനസ് 20 എത്രയാണ്? 70. അതുകൊണ്ട് കോസ് 70. ഇപ്പം കോസ് 89 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 1 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് ഈ ഒരു കേസിന് മാത്രമല്ല, ഏതാണെങ്കിലും ഉദാഹരണം പറയാൻ നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ കേസിൽ ഏത് വന്നാലും, ഇപ്പൊ നമ്മൾ സൈനും കോസും ഉണ്ട്, അതുപോലെ തന്നെ ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് കോട്ട് 60 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടാൻ 15 ഡിഗ്രി എന്നുള്ളതാണെങ്കിൽ കോട്ട് 75 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് മറ്റേ കൊസീക്കും സീക്കും. സീക്ക് 33 ഡിഗ്രി എന്ന് പറയാം, 33 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ അത് എത്രയോട് ഈക്വൽ ആയിരിക്കും? കൊസീക്ക് 57 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. Okay. Next question. Find the value of sec 65 degree divided by cosec 25 degree. Options 1, 2, 3, 4. Answer 1 ആണ്. കാര്യം എന്താണ്? സീക്ക് 65 ഡിഗ്രിയാണ്. സീക്കിന്റെ കോംപ്ലിമെന്ററി ഏതാണ്? കൊസീക്ക്. അപ്പൊ സീക്ക് 65 എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എഴുതിയ പോലെയാണ്. സീക്ക് 65 എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്? കൊസീക്ക് 25നോട് തുല്യ. കാരണം എന്താ? 65 പ്ലസ് 25 അല്ലേ 90. അപ്പൊ കൊസീക്ക് 25നോട് ഈക്വലാണ്. അപ്പൊ സീക്ക് 65 ബൈ കൊസീക്ക് 25 എന്ന് പറയുന്നത് എന്താ? രണ്ടും കട്ടായി പോകും. ഈക്വൽ ടു 1 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 30 ഡിഗ്രി ഇൻറ്റു കോസ് 45 ഡിഗ്രി divided by tan 60 degree. Options are 2 by root 3, 2 root 3, root of 2 by 3, root 6 by 12. Okay, answer D ആണ്. D എന്താണ്? അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അറിയാം. സോ ഇതെന്താണ്? സൈൻ 30 എത്രയാണ്? 1 by 2. കോസ് 45 എത്രയാണ്? 1 by root 2. tan 60 എത്രയാണ്? root 3. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? 1 by 2 root 6 ആണ് അല്ലെ? അപ്പൊ root 6 ഈ ആൻസർ ആയിരിക്കും പലർക്കും കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മള് പൊതുവെ ഇങ്ങനത്തെ രീതിയിൽ ആൻസർ വരുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇതുപോലത്തെ റൂട്ട് മാക്സിമം ഒഴിവാക്കി എഴുതും. പിന്നെ എഴുതുന്നോണ്ട് തെറ്റാന്നല്ല, ജസ്റ്റ് അത് മാറ്റി എഴുതുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഏതാണ് റൂട്ടിൽ കിടക്കുന്നത്? റൂട്ട് 6. അതിനെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1 by 2 root 6 into root 6 by root 6 എന്നാണ്. അപ്പൊ എന്താണ്? root 6 into root 6 എത്രയാണ്? 6 തന്നെയാണ്. അപ്പൊ 2 into 6 എത്രയായിരിക്കും? 12. അതായത് root 6 by 12. ഓപ്ഷൻ. Okay. Okay, next question. If sin theta by cos theta plus cos theta by sin theta is equal to 2, then theta is equal to. Question. Options are 90. Options are 90 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രി. സോ എൽസിഎം എടുക്കുന്നു.
സോ ഇതെന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആകുമ്പോൾ സൈൻ 2 തീറ്റ എന്ന് വരും. സൈൻ 2 തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. സൈൻ 2 തീറ്റ എപ്പോഴാണ് 1 ആവുന്നത്? 90 ഡിഗ്രി ആകുമ്പോൾ. അപ്പൊ 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രി. സോ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 അഥവാ 45 ഡിഗ്രി. ഇത് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നിയോണ്ടാണ് എത്ര സ്പീഡിൽ പറഞ്ഞത്. ആർക്കേലും മനസ്സിലാവുന്നില്ലെങ്കിൽ പറയുക. ആർക്കേലും മനസ്സിലാക്കാത്തത് ജസ്റ്റ് ഒന്ന് പറയുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അറിയാമെങ്കിൽ ആർക്കേലും കിട്ടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If tan theta is equal to 3/4, find the value of cosec theta. Options 5/3, 5/4, 4/3, 4/5. ഒറ്റയടിക്ക് ആൻസർ പറയേണ്ട കേസ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ടാൻ തീറ്റ ഈ ഒരു കേസിലാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യമേ ചിലതിന്റെ ബേസിക്സ് എടുക്കേണ്ട ഒരു കാര്യമില്ല. സോ ആർക്കും കിട്ടാത്തോണ്ടേ പറയുന്നതേ ഉള്ളൂ. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് 3/4 എന്ന് പറഞ്ഞു. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഇവിടെ തീറ്റ എന്നാണ്. ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഇത് 3ഉം ഇത് 4ഉം ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് സം ഓഫ് ഇതല്ലേ, അതായത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്. അതായത് എത്രയാണ്? 9 പ്ലസ് 16, അതായത് റൂട്ട് ഓഫ് 25. അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? 3/5 ആയിരിക്കും. അപ്പൊ കൊസീക് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 5/3 ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ഒരു ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഈ നമ്മൾ ഈ പെർഫെക്റ്റ്ലി ഇപ്പൊ കണ്ടില്ല, നമ്പേഴ്സിന്റെ ബേസിസിൽ 3ഉം 4ഉം വരെയാണ് ഹൈപ്പോട്ടന്യൂസ് 5 ആവും. സോ അത് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ ഇതാണ്. ഈ ഒരു ട്രിപ്ലെറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. 3ഉം 4ഉം എന്നുള്ള സൈഡ്സ് വന്നാൽ ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കും. ഇതുപോലെ തന്നെ വീണ്ടും വരുന്നതാണ് 12ഉം 5. അങ്ങനെ വന്നാൽ ഹൈപ്പോട്ടന്യൂസ് 13 ആയിരിക്കും. അതായത് എത്രയാണ്? 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 13ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 169. കൂട്ടി നോക്കുക. 144 പ്ലസ് 25 എത്രയാണ്? 169. സോ ഇൻ കേസ് ഇപ്പം നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞേക്കുവാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത് ഉദാഹരണം ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ബേസിസിലാണെങ്കിൽ 12/5 ആണ്. 12/5 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രിപ്ലെറ്റ് ഓർത്ത്, ഏത് 12ഉം 5ഉം ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. സോ സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. സോ നമ്മൾ എല്ലാ കേസിലും കണ്ടു സൈൻ തീറ്റയും കോസ് തീറ്റയുടെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ടാണ് ന്യൂമറേറ്റേഴ്സ് മാത്രമാണ് വന്നത് അല്ലെ, ടാൻ തീറ്റയുടെ വാല്യൂ എടുക്കുമ്പോൾ അല്ലെ. അതായത് നമ്മൾ മുമ്പ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 3/5ഉം ഈ ഒരു ക്വസ്റ്റ്യനിലെ സൈൻ തീറ്റയുടെ വാല്യൂ 3/5ഉം കോസ് തീറ്റയുടെ വാല്യൂ 4/5 ആണ് നമ്മൾ കണ്ടത്. സോ ജസ്റ്റ് ഇത്ര മാത്രം ഓർത്തിരിക്കുക. എല്ലാ കേസിലും എന്തായിരിക്കും? എല്ലാ കേസിലും അല്ല, ഇതുപോലത്തെ ഒരു കേസിൽ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സിന്റെ വാല്യൂസ് രണ്ടും സെയിം ആയിരിക്കും. സോ നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് 12/5 ആണ് എന്നാണ്. അതിന്റെ മേളിൽ കിടക്കുന്നത് സൈനിന്റെ ന്യൂമറേറ്ററും ഇത് സൈനിന്റെ ന്യൂമറേറ്ററും ഇത് കോസിന്റെ ന്യൂമറേറ്ററും ആണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും സൈൻ തീറ്റ 12/13ഉം കോസ് തീറ്റ 5/13 ആണ്. ഇതൊന്നും വലിയ കാര്യമുള്ളല്ലോ. ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞത്, മനസ്സിലായത്? ഞാൻ കുറച്ച് എന്റേതായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും. സോ അതെന്ന് പറയുന്നത് ഇതുപോലെ 12ഉം 5ഉം ആണ്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് 12/13 ആണ്. അപ്പൊ ഡയറക്റ്റ് കൊസീക് തീറ്റ എന്ന് പറയുന്നത് 13/12 ആണ്.
എഴുതി നോക്കാണ്ട് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല, ഞാൻ പറഞ്ഞതൊന്നും മാത്രം. cos 40 plus theta minus sin 50 minus theta is equal to, ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന് ഓപ്ഷൻസ് 1 0 sin 2 theta cos 2 theta. ഇത്രയൊക്കെ ചെയ്ത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, cos of 40 plus theta minus sin of 50 minus theta is equal to. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? cos of 40 plus theta minus sin of 50 minus theta. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആദ്യമേ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്ക് എന്താണ് എക്സ്പാൻഡ് തന്നെ ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം വേണേൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ വേണേല് എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ഒറ്റ സെക്കൻഡ് ചെയ്യാവുന്ന ഒരു 5 സെക്കൻഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇതിനെ വേണേൽ cos of 40 plus theta എന്ന് എഴുതാം, മൈനസ് cos of 90 minus 50 minus theta എന്ന് എഴുതാം. അതായത് മൈനസ് cos of 40 plus theta ഇവിടെയും വരും, cos of 40 plus theta ഇങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നു? ഇത് ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നേരത്തെ ചെയ്തിരിക്കുന്നത്? ഇഫ് sin theta minus cos theta is equal to 0, find the value of sin power of 4 theta cos raised to 4 theta. Options 1/2, 1, 1/4, 3/4. ഇത് സിമ്പിളാണ്. sin theta minus cos theta equal to 0 ആണ്. അതിന് നമുക്കൊരു കണ്ടീഷൻ ആക്കി എടുക്കാൻ പറ്റുന്നത് sin theta is equal to cos theta ആണ്. സോ sin theta equal to cos theta എപ്പോഴാണെന്നാവുന്നത്? മറ്റേ നമ്മൾ ആ ടേബിൾ പിടിച്ചില്ല, ഇതിൻ്റെ അകത്ത് ആലോചിച്ച് നോക്കാം. തീറ്റ is equal to 45 ഡിഗ്രിയിലാണ് ആവുന്നത്. സോ തീറ്റ രണ്ടിടത്ത് ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് sin raised to 4 theta plus cos raised to 4 theta എന്നുള്ളത് വേണമെങ്കിൽ 2 sin power of 4 theta എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 1/√2 ഹോൾ പവർ 4 ആണ്. സോ അതെന്ന് പറയുന്നത് 2 into 1/4 ആണ്. സോ ആൻസർ 1/2. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ ഞാൻ ചെയ്തത്, കുറച്ച് ഡിഫിക്കൽറ്റി കാണും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. നമുക്കൊരു കുറച്ച് ഡിഫിക്കൽറ്റി അല്ല, ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ അതും കളയണ്ട, അതും ചെയ്യും. സോ ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 1 plus cos theta divided by 1 minus cos theta is equal to x/y ആണ്. Then tan theta is equal to എന്താണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ x² plus y² divided by x² minus y². Option B 2xy divided by x² plus y². Option C 2xy divided by x² minus y². Option D 2xy divided by y² minus x². കുറച്ച് ചെയ്യേണ്ടതാണ്. ഇത് ഹിന്ദി അല്ല, നമ്മൾ cos 2 theta എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ബാക്കി ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യണം.
Okay, fine. Then options answer. Okay, question അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. കുറച്ചുകൂടി സംഭവം നമ്മള് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, എന്ത് cos 2 theta. ഓർമ്മയുണ്ടോ? cos 2 theta is equal to 2 cos square theta minus 1 എന്ന് നമ്മൾ പഠിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ it is equal to 1 minus 2 sin square theta എന്ന് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം അല്ലെ? ഇന്ന് പഠിച്ചാണ് ഈ ഇക്വേഷൻ. അതെന്താണ്? cos 2 theta ആവുമ്പോഴാണ് 2 cos square theta minus 1 അഥവാ 1 minus 2 sin square theta എന്നാണ്. നമുക്കിതിനെ അടുത്തൊരു രീതിയിൽ എഴുതാം. cos theta എന്താണ്? cos theta എന്ന് പറയുന്നത് cos square theta by 2 minus sin square theta by 2 ആണ്. മനസ്സിലായോ? അതായത് ഏതാണോ ഇവിടുത്തെ ആംഗിൾ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്ന രണ്ട് ആംഗിൾസ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cos square of theta by 2 minus 1, അതുപോലെ തന്നെ 1 minus 2 sin square theta by 2 എഴുതാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ, അതായത് ഏതാണോ ഇവിടുത്തെ ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾസ്. അതായത് ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് സൈനിന്റെ വെച്ച് പറയാം. സൈനിന്റെ വെച്ച് പറയാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നമുക്കറിയാം എന്ത് sin 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 sin തീറ്റ cos തീറ്റയാണ്. അതുപോലെ തന്നെ sin തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം 2 sin of theta by 2 into cos theta by 2 ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ sin of 4 theta എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 sin of 2 theta into cos of 2 theta എന്ന് എഴുതാൻ പറ്റും. അതായത് ഇവിടെ ഏതാണോ ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾസ്. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് കോസിന്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കണ്ടു എന്ത് cos theta is equal to നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? cos theta is equal to എന്താണ്? 2 cos square of theta by 2 minus 1 1 minus 2 of sin square theta by 2. സോ ഇതറിയാമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് എന്ത്, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് രണ്ട് ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 plus cos theta is equal to എന്താണ്? 2 cos square of theta by 2 അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും അല്ലെ? ഈ അങ്ങനെ ഇപ്പുറത്തേക്ക് ജസ്റ്റ് എഴുതി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്തൂടെ? 1 minus cos theta എന്ന് പറയുന്നത് എന്താണ്? 2 sin square theta by 2 ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയില്ലേ? 1 cos തീറ്റയ്ക്കും 1 minus cos തീറ്റയ്ക്കും. അപ്പൊ നിങ്ങൾ ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കേ. സോ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? റൂട്ട് ഓഫ് 1 plus cos theta divided by 1 minus cos theta. സോ അതാണ് എന്ത്? x by y എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ കണ്ടു 1 plus cos theta എന്ന് പറയുന്നത് അതെന്താണ്? 2 cos square theta by 2 ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ 1 minus cos theta എന്താണ് നമ്മൾ മുമ്പേ കണ്ട? 2 sin square theta by 2. സോ
2ഉം 2ഉം കട്ടായി പോയി. സോ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കോട്ട് തീറ്റ ബൈ 2 ആണ് എക്സ് ബൈ വൈയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ ബൈ 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? y ബൈ എക്സ് ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടാൻ തീറ്റ എന്താണ്? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എന്താണ്? ടാൻ തീറ്റ ബൈ 2 ആണ് അല്ലെ? അപ്പൊ നമ്മൾ മുമ്പേ നമ്മൾ കണ്ടു ടാൻ തീറ്റ അല്ല സൈൻ തീറ്റനെ നമുക്ക് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. സോ ടാൻ തീറ്റ ടാൻ 2 തീറ്റയുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആയിരുന്നു. സോ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? 2 ടാൻ ഓഫ് തീറ്റ ബൈ 2 divided by 1 minus tan square theta by 2 ആണ്. So tan theta by 2 ന്റെ വാല്യൂ അറിയാം. അപ്പം tan theta by 2 ന്റെ വാല്യൂ അറിയാം. സോ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. 2 into y by x divided by 1 minus of y by x the whole square. So ആൻസർ എനിക്ക് തോന്നുന്നു വരുന്നതെന്ന് പറയുന്നത് 2 into y by x divided by x square minus y square divided by x square ആണ്. സോ x x കട്ടായിട്ട് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് 2xy divided by x square minus y square ആണ്.